അധ്യായം 13 തീവ്ര നടപടി. ആ വാൽവ് ഞാൻ അടയ്ക്കാൻ പോകുകയാണ് മായ. ജെ തന്റെ മുഷ്ടി ചുരുട്ടി. ടണലിലെ റിവർ ഡിസ്ചാർജ് വാൽവ് ലക്ഷ്യമാക്കി അവൻ കുതിച്ചു. പക്ഷെ അത് സാധാരണ വാൽവായിരുന്നില്ല. അതിനൊരു പ്രത്യേക ഹൈടെക് ലോക്കുണ്ടായിരുന്നു. ജെ സൂക്ഷിക്കണം. അവർ സുരക്ഷാ നടപടിയായി ഒരു ഹൈഡ്രോ ലോക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. അത് തകർക്കാൻ ശ്രമിച്ചാൽ ടണൽ മുഴുവൻ തകരും. മായയുടെ ശബ്ദം കമ്മ്യൂണിക്കേറ്ററിൽ നിന്ന് കേട്ടു. ജെ ഒരു നിമിഷം നിന്നു. ഇതൊരു സമയം കളയേണ്ട നേരമല്ല. ജെ തന്റെ കൈത്തണ്ടയിലെ ഗ്ലോ മാറ്റി. അതിനുശേഷം ഒരു പൾസ് ജനറേറ്റർ പ്രവർത്തിപ്പിച്ചു. മായ, നീ ഹോസ്പിറ്റലിന്റെ പ്രധാന നെറ്റ്വർക്കിൽ പ്രവേശിച്ച് സെക്യൂരിറ്റി കോഡ് എനിക്ക് അയച്ചു തരണം. ഞാൻ വാൽവ് ഓഫ് ചെയ്യാം. ജെ കാത്തിരിക്കുന്ന സമയം മായ അവരുടെ രഹസ്യ ലബോറട്ടറിയിൽ കമ്പ്യൂട്ടറുകൾക്ക് മുന്നിലിരുന്ന് അതിവേഗം ടൈപ്പ് ചെയ്യുകയായിരുന്നു. അവളുടെ മുഖം സ്ക്രീനിന്റെ വെളിച്ചത്തിൽ തിളങ്ങി. കിട്ടി, കോഡ് അയച്ചിരിക്കുന്നു. ജെ വേഗം. ജെ ഉടൻ തന്നെ കോഡ് വാൽവിന്റെ കീപാഡിൽ ടൈപ്പ് ചെയ്തു. ലോക്ക് തുറന്നു എന്നൊരു ശബ്ദം കേട്ടു. ജെ തന്റെ എല്ലാ ശക്തിയുമെടുത്ത് വാൽവ് എതിർദിശയിലേക്ക് തിരിച്ചു. പൈപ്പുകളിലൂടെ വെള്ളമൊഴുകുന്നത് നിലച്ചു. പുറത്ത് നദിയിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന മലിനജലം പെട്ടെന്ന് നിന്നു. ജെ ടണലിൽ നിന്ന് വേഗം പുറത്തിറങ്ങി ഹോസ്പിറ്റലിന്റെ പ്രധാന കെട്ടിടത്തിലേക്ക് കുതിച്ചു. അവന്റെ അടുത്ത ലക്ഷ്യം മാനേജ്മെന്റായിരുന്നു. അഡ്മിനിസ്ട്രേറ്ററായ മിസ്റ്റർ വെർണോൻ തന്റെ ഓഫീസിൽ ഒരു വലിയ മേശയുടെ പിന്നിലിരുന്ന് ചിരിച്ചുകൊണ്ട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് ജനലുകൾ തകർത്ത് സൂപ്പർ ജെ അകത്തേക്ക് വന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആരാ നീ? സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിളിക്ക്. മിസ്റ്റർ വെർണോൻ ഭയത്തോടെ കസേരയിൽ നിന്ന് ചാടി. സൂപ്പർ ജെ മുന്നോട്ട് നടന്നു. ഞാൻ സൂപ്പർ ജെ ആണ്. നിങ്ങൾ നഗരത്തിലെ ജനങ്ങളോട് ചെയ്ത കുറ്റകൃത്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്, മിസ്റ്റർ വെർണോൻ. മിസ്റ്റർ വെർണോന്റെ മുഖം വിളറി. എന്ത് കുറ്റകൃത്യം? ഞങ്ങൾ ഞങ്ങളുടെ മാലിന്യങ്ങൾ നിയമപരമായി കൈകാര്യം ചെയ്യുകയാണ്. ജെ തന്റെ കൈയിലെ അക്വാസ്കാൻ ഉപകരണം അയാളെ കാണിച്ചു. ഈ റിപ്പോർട്ടിൽ പറയുന്നത് മറ്റൊന്നാണ്. ഇത് ലാഭത്തിനു വേണ്ടി നിങ്ങൾ ചെയ്ത കൊലപാതകമാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ലാഭം അവസാനിച്ചിരിക്കുന്നു, മിസ്റ്റർ വെർണോൻ. നിങ്ങൾ നഗരത്തിലെ അധികാരികളെ അഭിമുഖീകരിക്കേണ്ടിവരും. ജെ തന്റെ കോപ്പ് നേരെയാക്കി. അടിയന്തിരമായി നിയമ നടപടികൾ ആരംഭിക്കാൻ വേണ്ടി ഹോസ്പിറ്റൽ കെട്ടിടം വിട്ട് അവൻ നഗരത്തിനു മുകളിലൂടെ പറന്നു. Subscribe for more. Thank you.